ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നജൂസ് മീഡിയ. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ജോലിയൊക്കെ പുതിയത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത് ജോലി വെച്ചാൽ അത്രയ്ക്ക് വലിയ ജോലിയൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു ജോലിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെട്രോൾ പമ്പിലാണ്, ഇന്ത്യൻ പെട്രോൾ പമ്പിൽ അവിടെയാണ് നമുക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ജോലിക്ക് പോവാൻ സമയമായിട്ടുണ്ട്. രാവിലെ എണീറ്റ് പോണപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഡ്രസ്സൊക്കെ മാറാം. ബ്ലാക്ക് ഷർട്ട് ഇടുക, അതാണ് നമ്മളെ യൂണിഫോം. നമുക്കായിട്ട് യൂണിഫോമൊക്കെ അവർ തന്നിട്ടുണ്ട്. കണ്ടോ, ഷർട്ടും ബ്ലാക്ക്, ഈ നിക്കറും ഷർട്ടാണ്, ടീഷർട്ടാണ് നമ്മളെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. കുഴപ്പമില്ലാത്ത അപ്പം ഇനി നമുക്ക് പോയി നമ്മളെ വണ്ടി എടുത്ത് നമുക്ക് ജോലിക്ക് പോവാം. ജോലി രാത്രി 12 മണിക്ക് നമ്മൾ വിടുകയുള്ളൂ, അതാണ് പ്രശ്നം. 12 മണി വരെ നമ്മളിങ്ങനെ ഉറക്കൊഴിച്ച് നിൽക്കണം. ഭയങ്കര പ്രശ്നമാണ്. ഉറക്കം വന്ന് നമുക്ക് പണിയൊന്നും എടുക്കാനേ കഴിയില്ല, ഒത്തിരി പോലും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ജോലി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ സുപ്രക്കുട്ടനെ എടുക്കാം. നമ്മളെ സുപ്രക്കുട്ടൻ്റെ കളറൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ മാറ്റൊന്നുമില്ല. കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട കളർ ഞാൻ വയ്ക്കും. ഇൻഡിഗോയോ ഏത് കളറാണെങ്കിൽ. അപ്പോൾ നമ്മളെ സുപ്രക്കുട്ടനെ പതുക്കെ ഇറക്കാം. ഇന്നൊരു ദിവസം ഞാൻ നമ്മളെ സുപ്രനെ വണ്ടി വന്നിട്ട് വേഗം നമ്മളെ ഗാരേജിലേക്ക് കയറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് അധികമൊന്നും ഇല്ലല്ലോ, ഭയങ്കര കുറവാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അടി അവിടെ ഭയങ്കരമായിട്ട് പറ്റി, ടൈറിൻ്റെ ഡാമേജ് ആയിരുന്നു. ഇപ്പം എന്തായാലും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ജോലിക്ക് പോവാം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും അവിടെ എത്താനായിട്ട്. അതാണ് നമ്മളെ പെട്രോൾ പമ്പ്. അപ്പം നമുക്ക് എന്തായാലും പോയി. ഇവിടെ എന്താണ് ഇവിടെ എന്താ ആക്സിഡൻ്റ്? ഒരു സൂപ്പറാണല്ലോ, എന്താ പറ്റി? ഇറങ്ങി നോക്കിയാലോ, എന്താ പറ്റിയത്? ഒരു സൂപ്പർ അവിടെ ആകെ ചെതമ്പിപ്പോയി. ഉണ്ടോ ഈ സൂപ്പർ നമുക്ക് റെഡിയാക്കാൻ കഴിയുമോ? ഇപ്പം അതൊന്നും ആലോചിക്കണം. അപ്പം ആദ്യം നമുക്ക് ജോലിക്ക് പോകുമ്പോൾ, ജോലി വിട്ട് പോകുമ്പോഴുള്ള കാണാം നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് ജോലിക്ക് പോവാം. അപ്പോൾ അവിടെ കിടക്കട്ടെ വണ്ടി. നമുക്ക് വൈകുന്നേരം പോയി അവിടെ ബനിയാൻ തന്നെ ഷോപ്പുണ്ട്, അവിടെ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റി നല്ല സുന്ദര ബ്ലാക്ക് ആക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, വണ്ടി ഇവിടെ നിർത്താം. ഇവിടെ നമ്മളെ പാർക്കിംഗ് ഏരിയ ആണ്, നമുക്കിവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ജോലിയൊക്കെ ചെയ്തു വരാം. അപ്പോൾ ജോലി ചെയ്ത് വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെ ജോലിയൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ജോലി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മറ്റേ ചിത്രം എന്തായാലും നമ്മളെ കൂട്ടുകാരുണ്ടാണ്. ആ അപ്പോൾ ഗൈസ്, നമ്മളോട്
2 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ സിസ്റ്റർ റെഡിയാക്കി വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാം. അപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളെ സിസ്റ്റർ എന്താണ് ചെയ്തതെന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. നമ്മൾ സിസ്റ്റർ സീറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി സിസ്റ്റർ അടുത്ത് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.